അടുത്തിടെയായി വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു പേരാണ് ഹോർമുസ് കടലിടുക്ക്. ഹോർമുസിന് ഇത്രയും വാർത്താ പ്രാധാന്യം ലഭിക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? ആഗോള സാമ്പത്തിക സ്ഥിതിയിൽ ഹോർമുസിന്റെ പ്രാധാന്യം എന്താണ്? വരൂ നമുക്ക് നോക്കാം. എന്താണ് ഹോർമുസ്? പേർഷ്യൻ ഗൾഫിനെയും ഒമാൻ ഉൾക്കടലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഇടുങ്ങിയ ജലപാതയാണിത്. ആഗോള ഊർജ വിപണിയെയും അന്താരാഷ്ട്ര രാഷ്ട്രീയത്തെയും സ്വാധീനിക്കുന്ന ലോകത്തിലെ ഏറ്റവും തന്ത്രപ്രധാനമായ സമുദ്രപാതകളിലൊന്നാണ് ഹോർമുസ് കടലിടുക്ക്. ഏഷ്യയും പടിഞ്ഞാറൻ രാജ്യങ്ങളും തമ്മിലുള്ള സുപ്രധാന വ്യാപാര കവാടമായ ഇത് ഇടുങ്ങിയ ഭൂമിശാസ്ത്രപരമായ അതിരുകൾക്കിടയിലും ആഗോള സാമ്പത്തിക ഭദ്രതയുടെ നിർണായകമായ ഒരു കണ്ണിയായി നിലകൊള്ളുന്നു. ഇതിന്റെ വടക്കൻ തീരത്ത് ഇറാനും തെക്കൻ തീരത്ത് ഒമാനും UAEയും സ്ഥിതി ചെയ്യുന്നു. ഏറ്റവും വീതി കുറഞ്ഞ ഭാഗത്ത് ഇതിന് ഏകദേശം 33 കിലോമീറ്റർ മാത്രമാണ് വീതിയുള്ളത്. ഹോർമുസിന്റെ ചരിത്ര പശ്ചാത്തലം ഒന്നറിഞ്ഞാലോ? പുരാതന കാലം മുതൽക്കേ കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള സമുദ്ര വ്യാപാര പാതയിലെ, അതായത് സിൽക്ക് റൂട്ടിലെ പ്രധാന താവളമായിരുന്നു ഹോർമുസ്. 14-ാം നൂറ്റാണ്ടിൽ നിലനിന്നിരുന്ന സമ്പന്നമായ ഹോർമുസ് സാമ്രാജ്യത്തിൽ നിന്നാണ് കടലിടുക്കിന് ഈ പേര് ലഭിച്ചത്. 1515-ൽ പോർച്ചുഗീസുകാർ ഹോർമുസ് പിടിച്ചടക്കി കോട്ട പണിതു. പിന്നീട് 1622-ൽ പേർഷ്യൻ രാജാവായിരുന്ന ഷാ അബ്ബാസ് ഒന്നാമൻ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സഹായത്തോടെ പോർച്ചുഗീസുകാരെ പുറത്താക്കി. ഹോർമുസിന്റെ ആഗോള സാമ്പത്തിക പ്രാധാന്യം എന്താണെന്ന് നമുക്ക് നോക്കാം. ലോകത്ത് കടൽമാർഗം കടത്തിവിടുന്ന ക്രൂഡ് ഓയിലിന്റെ 1/5, അതായത് 20% മുകളിലും കടന്നുപോകുന്നത് ഹോർമുസ് കടലിടുക്കിലൂടെയാണ്. സൗദി അറേബ്യ, UAE, കുവൈറ്റ്, ഇറാഖ്, ഇറാൻ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണക്കപ്പലുകൾ ഇതുവഴിയാണ് സഞ്ചരിക്കുന്നത്. ഇന്ത്യ, ചൈന, ജപ്പാൻ തുടങ്ങിയ ഏഷ്യൻ രാജ്യങ്ങളാണ് ഈ എണ്ണയെ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത്. ആഗോള സമ്പദ് വ്യവസ്ഥയുടെ കഴുത്ത് എന്നാണ് ഹോർമുസ് കടലിടുക്ക് അറിയപ്പെടുന്നത്. ഇവിടത്തെ രാഷ്ട്രീയ സംഘർഷങ്ങൾ ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയരാൻ കാരണമാകാറുണ്ട്. ഇനി ഹോർമുസിന് ഇന്ത്യയുമായുള്ള ബന്ധം എന്താണെന്നും ഹോർമുസിലുണ്ടാകുന്ന പ്രതിസന്ധികൾ എന്തുകൊണ്ട് ഇന്ത്യയെ കൂടുതൽ ബാധിക്കുന്നു എന്നും നമുക്ക് നോക്കാം. ഇന്ത്യയ്ക്ക് ആവശ്യമായ ക്രൂഡ് ഓയിലിന്റെ വലിയൊരു പങ്കും പാചകവാതകവും ഹോർമുസ് കടലിടുക്ക് കടന്നാണ് എത്തുന്നത്. അതുകൊണ്ടാണ് ഹോർമുസിലുണ്ടാകുന്ന ഓരോ സംഘർഷങ്ങളും പ്രതിസന്ധികളും നമ്മുടെ അടുക്കളകളെ പൊള്ളിക്കുന്നതും വിലക്കയറ്റം മൂലം നമ്മുടെ കുടുംബ ബജറ്റുകൾ താറുമാറാകുന്നതും. ചുരുക്കത്തിൽ ഹോർമുസ് കടലിടുക്കിലെ സമാധാനം ഇന്ത്യയുടെ അടുക്കളയെയും സാമ്പത്തിക ഭദ്രതയെയും നേരിട്ട് ബാധിക്കുന്ന ഒന്നാണ്. ഹോർമുസിൽ ഇന്ത്യയുമായി ബന്ധപ്പെട്ട മറ്റൊരു പേരാണ് ഓപ്പറേഷൻ സങ്കൽപ്. മിഡിൽ ഈസ്റ്റിൽ സംഘർഷം മുറുകുമ്പോൾ ഹോർമുസ് കടലിടുക്കിലൂടെ പോകുന്ന ഇന്ത്യൻ കപ്പലുകൾക്ക് സംരക്ഷണം നൽകാൻ ഇന്ത്യൻ നാവികസേന യുദ്ധക്കപ്പലുകൾ വിന്യസിക്കാറുണ്ട്. ഇതിനെയാണ് ഓപ്പറേഷൻ സങ്കൽപ് എന്ന് വിളിക്കുന്നത്. ഇറാനിൽ ഇന്ത്യയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു തുറമുഖത്തെക്കുറിച്ച് കൂട്ടുകാർക്കറിയാമോ? അതാണ് ചബഹാർ തുറമുഖം. ഹോർമുസ് കടലിടുക്കിന് തൊട്ടു വെളിയിലായി ഒമാൻ ഉൾക്കടലിൽ ഇറാനുമായി ചേർന്ന് ഇന്ത്യ ചബഹാർ തുറമുഖം വികസിപ്പിക്കുന്നുണ്ട്. പാകിസ്ഥാനെ ഒഴിവാക്കിക്കൊണ്ട് അഫ്ഗാനിസ്ഥാനിലേക്കും മധ്യ ഏഷ്യയിലേക്കും നേരിട്ട് വ്യാപാരം നടത്താൻ ഇന്ത്യയെ സഹായിക്കുന്ന ഒന്നാണിത്. ചുരുക്കത്തിൽ ഭൂമിശാസ്ത്രപരമായി ഇടുങ്ങിയ ഒരു ജലപാതയാണെങ്കിലും ആഗോള സമ്പദ് വ്യവസ്ഥയുടെയും ഇന്ത്യയുടെ ഊർജ്ജ ഭദ്രതയുടെയും ജീവനാഡിയാണ് ഹോർമുസ് കടലിടുക്ക്. അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിലെ നേരിയ ചലനങ്ങൾ പോലും എണ്ണവിലയെയും ലോകവിപണിയെയും ബാധിക്കുന്നതിനാൽ ഈ മേഖലയിലെ സമാധാനവും സുരക്ഷയും ആഗോളതലത്തിൽ എന്നും നിർണായകമായി തുടരുന്നു. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.